എൻ്റെ പ്രിയപ്പെട്ടവരെ, രാമക്ഷേത്രം എന്ന് പേരിട്ട് വിളിക്കപ്പെട്ട പിടിച്ചുപറി അമ്പലം എന്നല്ലേ സത്യത്തിൽ അതിനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയേ പറയാൻ പറ്റൂ എന്ന് അറിവുള്ളവർ പറയുമ്പോൾ, പ്രിയപ്പെട്ട സച്ചിദാനന്ദൻ പറയുമ്പോൾ, അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകൃത്തായ ടി പത്മനാഭൻ പറയുമ്പോൾ, ടി പത്മനാഭനെ ആർക്കാണ് മാറ്റിവെക്കാനാവുക? അദ്ദേഹം പറഞ്ഞത് വേദനാജനകമാണ് എന്ന് വളരെ കൃത്യമായ നിലയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉജ്ജ്വലരായ ബുദ്ധിജീവികളായ 3 ഹിന്ദുക്കളാണ് ഇന്നത്തെ രാമക്ഷേത്രോദ്ഘാടനത്തോടുള്ള വേദന പങ്കുവച്ചിരിക്കുന്നത്. ഞാനും ഒരു ഹിന്ദുവാണെന്നതിൻ്റെ പേരിൽ ഹിന്ദു സമൂഹത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഈ വേദനയ്ക്കൊരു മരുന്ന് പുരട്ടാം എന്ന് അദ്ദേഹം വല്ലാതെ ചിന്തിക്കുന്ന ഒരാളല്ല, 1 ലക്ഷമല്ല, ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളുള്ള ഇന്ത്യ രാജ്യത്ത് നമ്മുടെ സമീപനങ്ങൾ ഒരിക്കലും തെറ്റായി പോകരുത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിനിധികൾക്ക് രാമനുമില്ല, അതുപോലെ തന്നെ കൃഷ്ണനുമില്ല, ദൈവവുമില്ല എന്നുള്ളതാണ് സത്യം. ദൈവനിരാസത്തിൻ്റെ പ്രതിനിധികളാണ് രാമനെ പൊളിറ്റിക്കലാക്കുന്നത്. ഒരു രാഷ്ട്രീയ രാമൻ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇതുവരെ നാം കേട്ട രാമൻ ആത്മീയതയുടെ പ്രതിനിധിയായ രാമനാണെങ്കിൽ, സർവവും ത്യജിച്ച രാമനാണെങ്കിൽ, എല്ലാം വെട്ടിപ്പിടിച്ച് അന്യൻ്റെ പൗരത്വം പോലും നൽകാൻ മനസ്സില്ലാത്ത, രാജ്യത്ത് ജനിച്ചു നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന ജനങ്ങളുടെ പൗരത്വം നൽകാൻ പോലും മനസ്സില്ലാത്തവർ എങ്ങനെ രാമൻ്റെ അനുയായികളാകും? അപ്പോൾ തീർച്ചയായും നാം അറിയേണ്ടത്, ഇത് ദൈവത്തിൻ്റെ ആളുകൾ, ഹിന്ദു ദൈവത്തിൻ്റെ ആളുകൾ നമ്മുടെ ശത്രുക്കളാണെന്ന തെറ്റായ സങ്കല്പം നമ്മുടെ മനസ്സിൽ വരാനിടയുണ്ട്. തിരിച്ചറിയുക നാം, ഇവർ ദൈവത്തിൻ്റെ ആളുകളല്ല. ജനാബ് അലിയാർ കാസിമി, ഇടുക്കി ജില്ലയിലെ കാളിയാർ സ്വദേശി, കായംകുളം ഹസനിയ അറബിക് കോളേജിൽ പഠനം. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ ദാറുൽ ഉലൂം ദയൂബന്ദിൽ ഉപരിപഠനം. ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ കൂടിയാലോചന സമിതി അംഗം, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമാ സെൻട്രൽ കൗൺസിൽ മെമ്പർ. കേരളത്തിലെ അനേകം ഇസ്ലാമിക കലാലയങ്ങളുടെ നടത്തിപ്പിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു സംഘാടകൻ കൂടിയാണ് അലിയാർ കാസിമി. പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ ജനാബ് അലിയാർ കാസിമിയെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ആദരവോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനയുള്ളൊരു ദിനമാണ്. ഈ 22 എന്ന് പ്രഖ്യാപനം ചെയ്യപ്പെട്ട ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് നമുക്ക് കടുത്ത വേദനയുള്ള ദിവസമാണ്. ഇന്ന് സത്യത്തിൽ ഒരു ദുഃഖ ദിനമായി പ്രഖ്യാപിച്ചാചരിക്കാൻ പോലും പര്യാപ്തമായ ഒരു ദിനമാണ്. പക്ഷെ അതിനൊന്നും നാം മുതിർന്നില്ല എന്നത് തീർച്ചയായും ഒരു ബഹുസ്വര സമൂഹത്തിൽ എത്രമാത്രം സംയമനം അനിവാര്യമാണ് എന്ന ഒരു തിരിച്ചറിവിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു സമുദായത്തിൻ്റെ മനസ്സിൽ കുത്തിയിറക്കിയ കഠാരയിലൂടെ ചീന്തിയ രക്തത്തെ, അതിൻ്റെ ആ തളം കെട്ടി നിൽക്കുന്ന രക്തത്തിൽ ഊന്നി നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രം പൊളിച്ചടുക്കപ്പെട്ട ഒരു പള്ളിയുടെ ആസ്ഥാനത്ത് പണിതുയർത്തിയ ഒരു അമ്പലം, ആ അമ്പലത്തെ വാസ്തവത്തിൽ ഭക്തന്മാരാരും സ്വീകരിക്കുകയില്ല എന്ന് ഇവിടെ പറഞ്ഞത് ഇന്നത്തെ പത്രത്തിൽ നാം വായിച്ചതാണ്. മുസ്ലിമീങ്ങളൊന്നുമല്ല, മലയാള ചിന്തയെ ചൂടുപിടിപ്പിച്ച, മലയാളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറെ പ്രിയങ്കരരായ സച്ചിദാനന്ദനെ പോലുള്ള സച്ചിദാനന്ദൻ. സാഹിത്യ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ നാമം നിസ്തുലമാണ്. സച്ചിദാനന്ദൻ പറഞ്ഞു, ഈ ക്ഷേത്രം എൻ്റെ രാമൻ്റെ ക്ഷേത്രമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് മാധ്യമം പത്രത്തിൻ്റെ ആ എഡിറ്റോറിയൽ പേജിൽ തന്നെയുണ്ട്. ഇന്ന് മാധ്യമം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഉജ്ജ്വലരായ ബുദ്ധിജീവികളായ 3 ഹിന്ദുക്കളാണ് ഇന്നത്തെ രാമക്ഷേത്രോദ്ഘാടനത്തോടുള്ള വേദന പങ്കുവച്ചിരിക്കുന്നത്. ആർ രാജഗോപാൽ സാർ, അദ്ദേഹം എൻ്റെയും സുഹൃത്താണ്, കൽക്കട്ടയിലെ ടെലഗ്രാഫിൻ്റെ എഡിറ്റർ ഇൻ ലാർജാണ് ഇപ്പോൾ. അദ്ദേഹം എന്നെ ഒരു 2-3 ആഴ്ച മുമ്പ് വന്ന് ഒരു ചെറിയ ഇൻ്റർവ്യൂ ചെയ്തു പോയ വ്യക്തിത്വമാണ്. അദ്ദേഹം വലിയ ഉദാരനായ ഒരു ഹിന്ദുവാണ്. ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഞാനും ഒരു ഹിന്ദുവാണെന്നതിൻ്റെ പേരിൽ ഹിന്ദു സമൂഹത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഈ വേദനയ്ക്കൊരു മരുന്ന് പുരട്ടാം എന്ന് അദ്ദേഹം വല്ലാതെ ചിന്തിക്കുന്ന ഒരാളല്ല, 1 ലക്ഷമല്ല, ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളുള്ള ഇന്ത്യ രാജ്യത്ത്, ഇത് മുസ്ലിമിൻ്റെ മാത്രമല്ല, ഭക്തനായ നല്ലവനായ നമ്മുടെ രാജ്യത്ത് എത്രയോ കാലമായി പരസ്പരം സൗഹൃദത്വത്തോടുകൂടി മാനവിക മൈത്രിയുടെ ലോകോത്തര മാതൃകയായി കൈകോർത്ത് ജീവിക്കുന്ന ക്ഷേത്രവും
അമ്പലവും ചർച്ചുമെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോഴും ഒരു ക്ഷേത്രത്തിൻ്റെ മതിലിന് നേരെ ഒരു ചെളിവാരി എറിയാൻ പോലും ഒരു മുസ്ലിം തൻ്റെ ഇടം കാണിക്കാത്ത, അതുപോലെ തന്നെ ഒരു മുസ്ലിമിൻ്റെ പള്ളിക്ക് നേരെ ഒരു കയ്യേറ്റത്തിനൊരു ഹിന്ദു മുതിരാത്ത, ഒരു ചർച്ചിന് നേരെ ഒരപസ്വരം പോലും ഉയർത്താൻ ഇവിടുത്തെ ഹിന്ദുവോ മുസ്ലിമോ തയ്യാറാകാത്ത, പരസ്പരം എന്നാൽ അടുപ്പ് കൂട്ടിയതുപോലെ ഈ 3 ആരാധനാലയങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന കൈരളി മലയാളം. ഞാൻ അത്തരം പല പള്ളികളിലും സേവനം ചെയ്തയാളാണ്. ഞാൻ ജോലി ചെയ്ത ഏതാണ്ട് പല സ്ഥലങ്ങളിലും ക്ഷേത്രവും ചർച്ചും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയും ഇങ്ങനെ അടുപ്പ് കൂട്ടിയതുപോലെ നിൽക്കുക. ചങ്ങനാശ്ശേരിയിലുണ്ടായിരുന്നു ഞാൻ 5-8 വർഷം. അവിടെ കാവിൽ ക്ഷേത്രവും അതുപോലെ തന്നെ മെട്രോപൊളിറ്റൻ ചർച്ചും അതുപോലെ തന്നെ ഞാൻ സേവനം ചെയ്ത പഴയ പള്ളിയും, ആ പള്ളി പഴയ പള്ളിയാണത്. അത് അവിടുത്തെ തെക്കൻകൂർ രാജാക്കന്മാർ ഈ 3 സമുദായങ്ങൾക്കും 1/2 ഏക്കർ വീതം കരംതീരുവ ഒഴിവാക്കി കൊടുത്തതാണ്. വളരെ മഹിതമായ സൗഹൃദത്തിൻ്റെ ഉദാത്തമായ മാതൃകകൾ വിരചിച്ച ആ മഹനീയരായ നാട്ടരജന്മാർ നമ്മുടെ രാജ്യത്ത് കാട്ടിത്തന്ന അധികാരം എങ്ങനെയാണ് സ്വന്തം ജനതയ്ക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതെന്നതിൻ്റെ ഉദാത്ത മാതൃകകൾ തീർത്ത അതിമനോഹരമായ മലയാള മണ്ണിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ലോകത്തിന് കാട്ടിക്കൊടുക്കേണ്ടുന്ന ബഹുസ്വര സമൂഹത്തിലെ ചില മാതൃകകൾ പിൽക്കാലത്ത് നാം നഷ്ടപ്പെടുത്തിയോ എന്ന് നാം തന്നെയാണ് ആലോചിക്കേണ്ടത്. മുസ്ലിമീങ്ങൾക്കായിരുന്നു അന്നത്തെ രാജാക്കന്മാർ പള്ളി കൊടുത്തത്. മുസ്ലിങ്ങൾക്കൊരു പള്ളി കൊടുത്താൽ അത് മുഴുവൻ മുസ്ലിങ്ങളുടെയും പള്ളിയായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അത് അവകാശപ്പെട്ടതായിരുന്നു എന്ന ഒരു സ്ഥിതി ഇവിടെ നിലനിന്നപ്പോൾ രാജാക്കന്മാർ ഈ സമുദായത്തിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചിരുന്നു എന്നതൊരു പരമാർത്ഥമാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 22-ാം തീയതി രാമക്ഷേത്രം എന്ന് പേരിട്ട് വിളിക്കപ്പെട്ട പിടിച്ചുപറി അമ്പലം എന്നല്ലേ സത്യത്തിൽ അതിനെ പറയാൻ പറ്റുള്ളൂ, അങ്ങനെയേ പറയാൻ പറ്റൂ എന്ന് അറിവുള്ളവർ പറയുമ്പോൾ, പ്രിയപ്പെട്ട സച്ചിദാനന്ദൻ പറയുമ്പോൾ, അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകൃത്തായ ടി പത്മനാഭൻ പറയുമ്പോൾ, ടി പത്മനാഭനെ ആർക്കാണ് മാറ്റിവെക്കാനാവുക? അദ്ദേഹം പറഞ്ഞത് വേദനാജനകമാണ് എന്ന് വളരെ കൃത്യമായ നിലയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശരിക്കും ഒരു ഗാന്ധി ഭക്തനെ കാണുന്നുണ്ടെങ്കിൽ അത് ഗാന്ധിയിൽ മാത്രമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ആകെ കണ്ട ഒരേ ഒരു സിനിമ, ഏതോ അദ്ദേഹത്തിൻ്റെ സംവിധായകൻ്റെ പേര് പറഞ്ഞതിൻ്റെ ഓർമ്മയിൽ വരുന്നില്ല, ആ സംവിധായകൻ നിർമ്മിച്ച രാമരാജ്യം എന്ന ഒരേ ഒരു സിനിമ മാത്രം കണ്ടിട്ടുള്ള ഗാന്ധിജി മരിച്ചു വീഴുമ്പോൾ മതഭ്രാന്തന്മാരുടെ, ഇന്നത്തെ രാമഭക്തന്മാരുടെ പൂർവികന്മാരുടെ വെടിയുണ്ടയേറ്റ്. അതാണ് സത്യം. ഇന്നത്തെ രാമഭക്തന്മാരാണെന്ന് അവകാശപ്പെടുന്നവരുടെ പൂർവികന്മാരുടെ വെടിയുണ്ട തിരുനെഞ്ചിലേറ്റ് രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് അവിടെ വെടിയിട്ട് വീഴുമ്പോൾ, പിടഞ്ഞു വീഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്നടർന്നു വീണത് ഹേ റാം എന്ന രാമഭക്തി, രാമമന്ത്രങ്ങളായിരുന്നുവെങ്കിൽ അത്രമേൽ രാമനെ അവസാന ശ്വാസത്തിലും മണിക്കൂറുകളിലും നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു രാമനുണ്ട്, ഒരു രാമഭക്തനുണ്ട് ഇവിടെ. ആ രാമഭക്തൻ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവാണ്. ആ രാഷ്ട്രപിതാവിൻ്റെ തിരുനെഞ്ചത്ത് നിറയൊഴിച്ച ആളുകളെ ഒന്നു കൊന്നതും പോരാഞ്ഞ് വീണ്ടും ആ വ്യക്തിയുടെ, ആ മഹാനുഭാവൻ്റെ പ്രതിമയുണ്ടാക്കി വെച്ചിട്ട് ആ പ്രതിമയുടെ നേരെ പ്രതീകാത്മകമായി വെടിവെച്ച് ആസ്വദിക്കുന്ന ആളുകൾക്ക് അംഗീകാരം നൽകുന്നവർ നമ്മുടെ രാജ്യം വാഴുകയാണ്. അപകടകരമായ പ്രവണതയിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇസ്ലാമിക സമൂഹം ബഹുസ്വരതയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന് നമുക്ക് എപ്പോഴും ചില ഉദാത്തമായ മാതൃകകൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ബാധ്യതയുണ്ട്. എന്താണത്? നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രകോപനങ്ങളിൽ പ്രകോപിതരാകാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പ്രകോപനങ്ങളെ അതേ പ്രകോപനങ്ങൾ കൊണ്ട് നേരിടുക എന്നത് ഒരിക്കലും ഒരു ഇസ്ലാമിക സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് ഞാൻ പറയുമ്പോൾ ഇത് ഇതര സമൂഹങ്ങളോട് മാത്രമുള്ള ഒരു നയമായി നാം എടുക്കരുത്. സ്വന്തം സമുദായത്തിനുള്ളിലും അങ്ങനെ തന്നെയാണ്. സമുദായത്തിൻ്റെ ഉള്ളിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളോടും നാം പ്രകോപനത്തോടു കൂടി ആവരുത് പ്രതികരിക്കേണ്ടത്. പുറത്തുള്ളവരോട് പ്രകോപനമില്ലാതെ പ്രതികരിക്കണം. ശക്തി കൊണ്ട് പ്രതിരോധിക്കാനാവാത്തടത്ത് നാവ് കൊണ്ട് ശബ്ദമുയർത്തി പ്രതിരോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാബരി മസ്ജിദിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോഴും നമ്മുടെ നാവ് അതിനെതിരിൽ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുക. ഈ നാവ് കൊണ്ടുള്ള പ്രതിരോധത്തിൻ്റെ സാധ്യത നിലനിൽക്കുമ്പോൾ നാവ് കൊണ്ട് നാം പ്രതിരോധിക്കാതിരിക്കുന്നത് അത് സംയമനമായോ സഹിഷ്ണുതയായോ വായിക്കാനാവില്ല, ഒരിക്കലും കഴിയില്ല. പ്രതിരോധത്തിന് നാവ് ഉയർത്തേണ്ടിടത്ത് നാവ് ഉയർത്തുന്നത് വാളുയർത്തുന്നതിന് തുല്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിലൂടെ, മീഡിയകളിലൂടെയൊക്കെ
നമ്മളിന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം അതാണ്. അത് ഇന്ന് ഇന്ത്യയിൽ സാധിക്കും. സാധിക്കില്ലെന്ന് ആര് പറഞ്ഞാലും അത് തെറ്റാണ്. ഇന്ന് സാധിക്കും, നാളെ അത് സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. സാധിക്കുന്ന ആ പ്രതിരോധം നാം ഇവിടെ തീർക്കേണ്ടതുണ്ട്. അതും സാധ്യമാകാതെ വരുമ്പോൾ മാത്രം അതിനോട് മനസ്സാ വെറുക്കുക എന്നാണ് നമ്മോട് പഠിപ്പിക്കപ്പെട്ടത്. അപ്പോഴും മനസ്സാ അതിനോട് താതാത്മ്യപ്പെടുക, അതിൻ്റെ ഭാഗം ചേരുക എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ലാസ്റ്റ് അതിൻ്റെ താഴത്തെ പടിയിൽ അപ്പോൾ തുടങ്ങുന്നത്. കുഴപ്പമില്ല, രാമക്ഷേത്രം സന്തോഷത്തിൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചില ആളുകൾ പറയുന്നത് രാമക്ഷേത്രം സന്തോഷത്തിൻ്റെ ക്ഷേത്രമാണ്, രാമക്ഷേത്രം ഭക്തരുടെ വികാരമാണ് എന്നൊക്കെ അങ്ങ് പറയാ. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രതിരോധം. ഇസ്ലാം പഠിപ്പിക്കുന്ന മനോഹരമായ പ്രതിരോധം. തിന്മയെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ്? തിന്മയെ പ്രതിരോധിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നന്മയും തിന്മയും തുല്യമല്ല. നിങ്ങളുടെ നന്മയുടെ പ്രതിരോധം അന്തിമ വിജയം കാണും, ഫലം കാണും. തിന്മയുടെ പ്രതിരോധം, തിന്മയുടെ ആക്രമണങ്ങൾ പിന്നെ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടും. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര സ്വേച്ഛാധിപതികളുടെ ശ്മശാന ഭൂമിയാണ് നാം ജീവിക്കുന്ന ഈ ഭൂതലമെന്ന് ഓർക്കുക. ഒരൊറ്റ സ്വേച്ഛാധിപതിയും ഈ ലോകത്ത് അവൻ്റെ കിരാതമായ മർദ്ദന മുറകൾ കൊണ്ട്, അക്രമ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ലോകത്ത് അവൻ ലക്ഷ്യം വെച്ച ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിക്കാനും ചിരസ്ഥായിയായി ചിരഞ്ജീവിയായി ലോകത്ത് വാഴാനും സാധിച്ചിട്ടില്ല എന്ന് ഓരോ സ്വേച്ഛാധിപതികളുടെയും കഥകൾ നമ്മോട് പറയുന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് തന്നെയാണ്. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. പ്രമാണവാക്യം അതാണ്. നന്മയും തിന്മയും ഒരിക്കലും തുല്യാകൂല. നന്മ നന്മയാണ്. നന്മയുടെ സ്വാധീനം വളരെ വലുതാണ്, ദൂരവ്യാപകമാണ്. തിന്മ തിന്മയാണ്. തിന്മയുടെ സ്വാധീനം താൽക്കാലികം മാത്രമാണ്. അത് അമ്പേ പരാജയപ്പെടാനുള്ളതാണ്. പറയുമ്പോൾ കൂട്ടത്തിൽ ചേർത്ത് പറയട്ടെ, ഈ രാമക്ഷേത്രം എന്ന് പറയപ്പെടുന്ന ഈ ലക്ഷ്യത്തിലേക്ക് എന്ന് പറയുന്ന എന്ന് ഞാൻ പറയില്ല, എന്ന് പറയപ്പെടുന്ന ഈ ലക്ഷ്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ച് രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിൽ ചോരപ്പുഴ ഒഴുക്കിയ, അതിനുവേണ്ടി വല്ലാതെ അധ്വാനിച്ച ഒരു വ്യക്തിയുണ്ട്. ഒരു 10-15 കൊല്ലമായി അവർ സ്വന്തം പാർട്ടിയിൽ ഏറ്റവും വലിയ അപമാനിതരായി, പുറത്തു വരാനോ വാ തുറന്ന് മിണ്ടാനോ അനുവദിക്കപ്പെടാത്ത വിധത്തിൽ പരമനിന്ദ്യരായി അവർ കഴിയുകയാണ്. ഇന്നത്തെ രാമക്ഷേത്ര ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അവസരമില്ല. അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ശിഷ്യന്മാർ ഭരിക്കുമ്പോൾ ഇതാണ് തിന്മയ്ക്ക് തിന്മ ഒരിക്കലും നന്മയ്ക്ക് തുല്യം വരില്ല എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ സാക്ഷ്യമാണ്. പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ അറിവ്. ആദ്യം ഒഴിവാക്കിയിരുന്നു, പിന്നീട് സംഭവം വിവാദമായപ്പോഴേക്കും ക്ഷണിച്ചു, പക്ഷേ എക്സ്ക്യൂസ് പറഞ്ഞു വന്നില്ല. ആദ്യം വേണ്ടെന്ന് പറഞ്ഞെന്ന് അറിഞ്ഞ് അതിനുശേഷം ആരോ പറഞ്ഞിട്ട് വിളിച്ചത്രേ, പോകാനൊട്ട് പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു, എന്തോ അറിയില്ല. ഏതായാലും ഇത്രമേൽ അപമാനം പള്ളി പൊളിച്ച ആളുകൾക്ക് അന്നതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി എത്രമാത്രം വേട്ടയാടപ്പെട്ടു, നിന്ദ്യനാക്കപ്പെട്ടു. ഏക് ധക്ക ഔർ ദോ ബാബരി മസ്ജിദ് തോട് ദോ എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ച 1-2 സന്യാസിനിമാരുണ്ടായിരുന്നു. പേര് സന്യാസിനി എന്നാണ്, അവർ സന്യാസിനിമാരൊന്നും അല്ല. അവരിന്ന് എവിടെയെന്ന് പോലും കേൾക്കാനില്ല. ചെറുപ്പക്കാരൊക്കെ ആയിരുന്നു, പേര് പോലും കേൾക്കാനില്ല. അപമാനവും നിന്ദ്യതയും കൊണ്ട് അവരുടെ മുഖത്ത് നോക്കിയാൽ പോലും അത് കളിയാടുന്നുണ്ട്. പലപ്പോഴും അവരുടെ പിക്ചറുകളിൽ സ്വന്തം പാർട്ടി പള്ളി പൊളിച്ചതിൻ്റെ പേരിൽ അധികാരം വാങ്ങിയവർ അധികാരത്തിലിരിക്കുമ്പോൾ അതിന് മുമ്പിൽ നിന്ന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകളും സ്വന്തം പാർട്ടിക്കാരുടെ കൈകളാൽ അപമാനിക്കപ്പെട്ടു. നമ്മുടെ കൺമുമ്പിൽ ഇതിനകം തന്നെ ദുനിയാവിൽ വ്യക്തികളെ പേരെടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലാത്തതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ ഒരു ചാർട്ട് എഴുതി സമർപ്പിക്കാനുണ്ട് നിങ്ങൾക്ക്. പോയിരുന്ന് എന്തൊക്കെ അവർക്ക് സംഭവിച്ചു, അവരിന്ന് ഏത് പരിതാപകരമായ അവസ്ഥയിലാണെന്നറിയാൻ. ലഹും ഫിദ്ദുനിയ ഖുസിയുൻ. ഭൂമിയിൽ അവർക്ക് നാണക്കേടും അപമാനവും വരാനുണ്ട്. എപ്പോൾ അവരുടെ ആളുകൾ അധികാരം വാഴുമ്പോൾ അവർ അപമാനിതരാവുകയാണ്. ഞാൻ ഒരു 25 പേരുടെ പേര് വായിക്കാം. അപമാനിതരായി, നിന്ദ്യരായി, പരിഹാസ്യരായി, വലിയ നഷ്ടം പറ്റിയ ആളുകളുടെ അതിന് നേതൃത്വം. പിന്നെ പല ആളുകളും പശ്ചാത്തപിച്ച്, പള്ളി പണികൾക്ക് നേതൃത്വം നൽകിയ പശ്ചാത്തപിച്ചവർ, മാറാരോഗികളായവർ, അങ്ങനെ തിന്മ നിലനിൽക്കുകയില്ലെന്നതിൻ്റെ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഹിറ്റ്ലറുടെ കഥകളൊക്കെ പറയേണ്ടതില്ലല്ലോ. ഹിറ്റ്ലർ എന്തെല്ലാം പ്രതീക്ഷിച്ചാണ് അവിടുത്തെ ഒരു വംശത്തെ മുഴുവൻ 60 ലക്ഷത്തെ ഗ്യാസ് ചേമ്പറിൽ ഇല്ലാതാക്കുമ്പോൾ തൻ്റെ നാസി സാമ്രാജ്യത്വം എത്ര കാലം നിലനിൽക്കുമെന്ന് ഹിറ്റ്ലർ മോഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ഹിറ്റ്ലർക്ക് ആ സാമ്രാജ്യത്വം നിലനിർത്താൻ സാധിച്ചില്ലെന്ന് നമുക്കറിയാം. മുസോളിനിയെ നടുറോട്ടിൽ ജനം തല്ലിക്കൊന്നത് നമുക്കറിയാം. തിരുനെറ്റിയിൽ വെടിയുണ്ട ഏൽപ്പിച്ചുകൊണ്ട് കാമുകിയും അതുപോലെ തന്നെ മക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഹിറ്റ്ലറെ അറിയാം. പ്രിയപ്പെട്ടവരെ, ആത്മാഹൂതിയേക്കാൾ ഭീകരമായ ഐസൊലേഷൻ, ഒറ്റപ്പെടലിന് വിധേയമായ രാമക്ഷേത്രത്തിന് രഥമുരുട്ടിയ ആളുകളെ 10-12 വർഷം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന മട്ടിൽ ആകാശത്തേക്ക് മലർന്നു കിടന്ന പ്രധാനമന്ത്രിമാരെ ഒക്കെ നമുക്കറിയാം. ചരിത്രം നമുക്ക്
ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും തുല്യമല്ല. ഇത് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. ബഹുമാന്യരെ, ഇവിടെ പറയപ്പെടുകയുണ്ടായി, ബുൾഡോസർ രാജ്യം നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ, ഭരണകൂടത്തിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്തു പോയ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ അവരുടെ വീടകങ്ങൾ ഇങ്ങനെ ഉടച്ച് നിരത്തുമ്പോൾ, ബുൾഡോസർ കയറ്റി തകർക്കുമ്പോൾ, സുപ്രീം കോടതിയിൽ ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദ് ഫയൽ ചെയ്ത കേസിൽ നിർത്തിവെക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ്, അതിൻ്റെ വിധി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വൃന്ദ കാരാട്ട് എന്ന് പറയുന്ന CPM-ന്റെ അതിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അവിടെ കൊണ്ടുപോയി ആ അടിച്ച് നിരത്തൽ, ആ പൊളിച്ചു നിരത്തൽ പരിപാടി അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ 100 കണക്കിന് ആളുകളെ നിയമ പോരാട്ടത്തിലൂടെ കഴുമരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദിനും അതുപോലെയുള്ള ദേശീയ തലത്തിൽ നിയമ പോരാട്ടങ്ങൾ നടത്തുന്നവർക്കും കഴിഞ്ഞു. ഞാൻ പറയുന്നത്, നമുക്ക് അതിനെ ആശ്രയിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ബഹുസ്വര സമൂഹത്തിൽ, ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുതെന്ന് നാം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ കൊള്ളരുതായികളുടെയും പക്ഷം ചേരുക എന്നല്ല. അതുപോലെ തന്നെ നമ്മളുടെ പള്ളികൾ ഇടിച്ചു നിരത്താൻ വന്നാൽ ആവുന്ന വിധത്തിൽ അതിന് പ്രതിരോധം തീർക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർക്കണ്ട എന്നൊന്നുമല്ല അതിനർത്ഥം. അതൊന്നും ചെയ്യാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്നൊന്നുമല്ല അതിനർത്ഥം. പക്ഷെ നമുക്ക് സാധ്യമാകാത്തൊരു സാധ്യത വന്നാൽ, ഇവിടെ തകർക്കാൻ വന്നവൻ്റെ അമ്പലം ഞാൻ പോയി തകർക്കാം, അതൊരിക്കലും ഇസ്ലാമിലില്ല. ഇവിടെ തകർക്കാൻ വന്നവൻ്റെ ചർച്ച് ഞാൻ പോയി തകർക്കും, അതൊരിക്കലും ഇസ്ലാമിലില്ല. നമ്മുടതിനെ പ്രതിരോധിക്കാൻ നമുക്കാവുന്നില്ല എങ്കിൽ പിന്നെ അടുത്ത നിലപാടിലേക്ക് നമുക്ക് നീങ്ങേണ്ടി വരുമെന്നുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ അങ്ങനെ എവിടെയെങ്കിലും ഇസ്ലാമിക സമൂഹത്തിൽ മറ്റുള്ളവരുടെ പള്ളി പൊളിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരള സംസ്ഥാനത്തോ ഇന്ത്യ രാജ്യത്തോ ഏതെങ്കിലും ഒരു ക്ഷേത്രം പൊളിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഒരു സംഘടന ഞാൻ ജീവിച്ച ഇക്കാലം അത്രയും ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ ആക്രമിച്ച് കൊന്നുകളയണം, ഹിന്ദുക്കളെ ആക്രമിക്കണമെന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം സംഘടനയും ആഹ്വാനം ചെയ്തിട്ടില്ല. ഹിന്ദുവിനെ കൊല്ലണമെന്ന് അജണ്ടയാക്കിയ, അല്ലെങ്കിൽ ഹിന്ദുവിനെതിരിൽ കലാപം നടത്തണമെന്ന് അജണ്ട പറഞ്ഞ ഒരു മുസ്ലിം സംഘടനയും ഇന്ത്യ രാജ്യത്ത് ഇന്നോളം ഉണ്ടായിട്ടില്ല, ഒട്ടുണ്ടാവുകയുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അപകടം പിടിച്ചൊരു കാലത്തു കൂടി നാം കടന്നു പോകുമ്പോൾ, ഒന്നാമതായി ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ ശബ്ദത്തെ, നമ്മുടെ നിലപാടുകളെ, നമ്മുടെ സമീപനങ്ങളെ ആർക്കും സ്വീകാര്യമാം വിധം മാതൃകാപരമാക്കി തീർക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അയൽപക്കത്ത് ജീവിക്കുന്ന സഹോദരന് ഇസ്ലാമിക സമീപനത്തിൻ്റെ വ്യത്യസ്തത എന്താണെന്ന് തിരിച്ചറിയാൻ അവസരം നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അക്കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ അയലത്ത് ജീവിക്കുന്നവന് നമ്മുടെ നന്മ കാട്ടിക്കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നാണ് നമ്മോട് പറയുന്നത്. അതാണ് ബഹുസ്വരതയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ദൗത്യം. ഖുർആൻ നമ്മോട് വ്യക്തമാക്കുക, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. രാമക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകുന്നവർ, അല്ലെങ്കിൽ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഇന്ന് ദീപം തെളിയിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ വഅബ്ദുല്ലാഹിൽ നിന്ന് വ്യതിചലിച്ചവരാണെന്ന് പറയാൻ ഇവിടെ അവകാശമുണ്ട്. കാരണം മതേതരത്വത്തിന് അങ്ങനെ ഒരർത്ഥമില്ല. മതേതരത്വത്തിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു മതവിശ്വാസി മറ്റൊരു മതവിശ്വാസിയുടെ ആരാധനയിൽ പങ്കുചേരലാണ് എന്ന് ഈ ലോകത്താരും നമ്മോട് പറഞ്ഞിട്ടില്ല, നമ്മളോട്ട് അങ്ങനെ പഠിച്ചിട്ടുമില്ല, ആരും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ഉണ്ടോ? ഇസ്ലാമിക സമൂഹം മാത്രം പിന്നെ അങ്ങനെ ചെയ്യണമെന്ന് എവിടെയാ? നമ്മൾ എത്രയോ സംഗമങ്ങൾ, ഞാൻ പല ചർച്ചുകളുടെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിട്ടുണ്ട്. മതസൗഹാർദ്ദ സമ്മേളനങ്ങളിൽ പോയിട്ടുണ്ട്. മുസ്ലിം പള്ളികളുടെ ഉദ്ഘാടനത്തിന് ഒരുപാട് അച്ഛന്മാർ വന്നിട്ടുണ്ട്, നമ്മുടെ അടുത്ത് ഒരുപാട് സ്വാമിമാർ വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അച്ഛൻ നമ്മുടെ പള്ളിയിൽ കയറി നമസ്കരിച്ചിട്ട്, മുസ്ലിങ്ങൾ നിസ്കരിക്കുകയല്ലേ, അതുകൊണ്ട് മാറി നിൽക്കുക, നിസ്കരിച്ചിട്ട് വേണം മതസൗഹാർദ്ദം പ്രകടിപ്പിക്കാനെന്ന് അച്ഛൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. നമുക്ക് പരാതിയുമില്ല, അച്ഛനത് പറയപ്പെട്ടതല്ല. അച്ഛൻ ഒരിക്കലും പള്ളിയിൽ കയറി നമസ്കരിച്ചാലേ സൗഹാർദ്ദമാകൂ എന്ന് നമ്മളാരും കരുതിയിട്ടില്ല. സ്വാമി നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വന്നാൽ നമസ്കാരം നിർവഹിച്ചാലേ സ്വാമിക്ക് സൗഹാർദ്ദമുണ്ടാവുമെന്ന് നമ്മൾ പറയില്ല. അങ്ങനെ ഈ രാജ്യത്താരും പറഞ്ഞിട്ടുമില്ലെങ്കിൽ, മുസ്ലിമീങ്ങൾക്ക് മതസൗഹാർദ്ദമുണ്ടാകണമെങ്കിൽ ഹിന്ദുവിൻ്റെ ആരാധനയിൽ അവൻ പങ്കുചേരണമെന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രാമനെ ആരാധിക്കുന്നവർക്ക് മാത്രമേ ഇന്ത്യയുടെ പൗരത്വാവകാശമുള്ളൂ എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ അവരുടെ സ്വന്തം കാര്യത്തിൽ ഒരു മതേതരത്വവും മറ്റുള്ളവരുടെ കാര്യത്തിൽ മറ്റൊരു മതേതരത്വവും വെച്ച് പുലർത്തുന്നവരാണ്. കാരണം അവർ ഒരിക്കലും അവരുടെ മതേതരത്വം മുസ്ലിം പള്ളിയിൽ ആരാധിച്ചുകൊണ്ടല്ല പ്രകടിപ്പിക്കുന്നതെങ്കിൽ
മുസ്ലിമീങ്ങൾ അവരുടെ മതേതരത്വം ഹിന്ദു ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് പ്രകടിപ്പിക്കണമെന്ന് അവർ പറയുന്നത് ശുദ്ധ ഇരട്ടത്താപ്പാണ് എന്ന് നമുക്ക് കൃത്യമായും ലോകത്തോട് പറയാൻ നമുക്ക് കഴിയും. അള്ളാഹു പറയുന്നു, അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കരുത്. അക്കാര്യത്തിലുള്ള നിർബന്ധത്തിൽ നാം എല്ലാ അനുരഞ്ജനങ്ങൾക്കിടയിലും, എല്ലാ സ്നേഹമസൃണമായ സൗഹൃദ സമീപനങ്ങൾക്കും സഹവർത്തിത്വങ്ങൾക്കുമിടയിലും അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കുകയില്ല എന്ന കാര്യത്തിൽ നാം ഉറച്ച നിലപാട് സ്വീകരിച്ചേ തീരൂ. ഇന്നിപ്പോൾ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നു, എൻ്റെ രാമക്ഷേത്രം, എൻ്റെ രാമൻ എൻ്റെ അള്ളാഹ് തന്നെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ശുദ്ധ ഷിർക്കാണ്. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു മതസൗഹാർദ്ദവും സ്ഥാപിക്കേണ്ട യാതൊരു കാര്യമല്ല. രാമനും അള്ളയും ഒന്നാണെന്ന് പറഞ്ഞിട്ട് ആരെ സന്തോഷിപ്പിക്കാനാണ്? അത് സത്യത്തിൽ ഏതെങ്കിലും ഒരു ഹിന്ദു ഭക്തന് സ്വീകാര്യമാകുന്ന ഒരു നയമാണോ? ഇത്തരത്തിലുള്ള സ്വന്തം മനസാക്ഷിയെ വിറ്റുകൊണ്ടുള്ള ആശയത്തിൻ്റെ അടിയറ വയ്പ് കൊണ്ടൊന്നും സമൂഹത്തിൽ ശരിയായ ധാരണകൾ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല. അഅ്ബുദുല്ലാ, അള്ളയെ മാത്രം ആരാധിക്കുക എന്നതിൽ ഇസ്ലാമിന് വലിയ ഊന്നലുണ്ട്. കാരണം എന്താ? ഏകനായ അള്ളാഹുവിലെങ്കിലും ഒന്നിച്ചില്ലെങ്കിൽ ദൈവം തന്നെ പലതായ ഒരു ജനതയെ എങ്ങനെ ഒന്നിപ്പിക്കും? ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോജിക്ക് അതാ. മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പിക്കണമെങ്കിൽ അവൻ്റെ ദൈവമെങ്കിലും ഒന്നൊന്നാകണ്ടേ? 1000 ദൈവങ്ങൾക്കിടയിൽ മനുഷ്യരെ നിങ്ങൾ ഒന്നാകൂ എന്നെങ്ങനെ പറയും? നിന്റെ ദൈവം പലതാ, പക്ഷെ നീ ഒന്നാകണം, പറയാൻ പറ്റുമോ? ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലോജിക്കാണത്. എന്തുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിൽ മായം ചേർക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലെന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഏകനായ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒരു മായം ചേർത്താൽ പിന്നെ മാനവികതയെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്നത് എങ്ങനെ സാധ്യം? ദൈവം തന്നെ പലതായിരിക്കുമ്പോൾ പിന്നെ മനുഷ്യന്തിനാ ഒന്നാണ്? അല്ല, കാര്യമുണ്ടോ? എന്നൊരു ന്യായമുണ്ടോ? ദൈവം പലതാണെങ്കിൽ മനുഷ്യൻ ഒന്നാകണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം പലതാണെന്ന് പറഞ്ഞവർക്ക് മനുഷ്യൻ ഒന്നാകണമെന്ന് പറയാൻ കഴിയാത്തതും. അതവരുടെ തെറ്റായാലും ശരിയായാലും അവർക്കങ്ങനെ പറയാൻ കഴിയുന്നില്ല. ജാതിയെ അവർ സ്വീകരിക്കേണ്ടി വന്നത്, അംഗീകരിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. ദൈവം പലതാണെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാനും ഒരു പക്ഷെ പഴുതുണ്ട്. പക്ഷേ ദൈവം ഒന്നാണെന്ന് പറയുന്നവർക്ക് മനുഷ്യൻ ഒന്നാണെന്ന് പറയുകയേ സാധ്യതയുള്ളൂ. അത് വിശുദ്ധ ഖുർആന്റെ സന്ദേശമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫാസിസ്റ്റ് ദുർഭൂതങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പേരിലാണ് വർത്തമാനം പറയുന്നതെങ്കിലും അവർക്കില്ലാത്ത ഒന്ന് ദൈവം മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സമീപനങ്ങൾ ഒരിക്കലും തെറ്റായി പോകരുത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിനിധികൾക്ക് രാമനുമില്ല, അതുപോലെ തന്നെ കൃഷ്ണനുമില്ല, ദൈവവുമില്ല എന്നുള്ളതാണ് സത്യം. ദൈവനിഷേധം ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ദൈവനിരാസത്തിൻ്റെ പ്രതിനിധികളാണ് രാമനെ പൊളിറ്റിക്കലാക്കുന്നത്. ഒരു രാഷ്ട്രീയ രാമൻ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇതുവരെ നാം കേട്ട രാമൻ ആത്മീയതയുടെ പ്രതിനിധിയായ രാമനാണെങ്കിൽ, സർവവും ത്യജിച്ച രാമനാണെങ്കിൽ, എല്ലാം വെട്ടിപ്പിടിച്ച് അന്യൻ്റെ പൗരത്വം പോലും നൽകാൻ മനസ്സില്ലാത്ത, രാജ്യത്ത് ജനിച്ചു നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന ജനങ്ങളുടെ പൗരത്വം നൽകാൻ പോലും മനസ്സില്ലാത്തവർ എങ്ങനെ രാമൻ്റെ അനുയായികളാകും? അപ്പോൾ തീർച്ചയായും നാം അറിയേണ്ടത്, ഇത് ദൈവത്തിൻ്റെ ആളുകൾ, ഹിന്ദു ദൈവത്തിൻ്റെ ആളുകൾ നമ്മുടെ ശത്രുക്കളാണെന്ന തെറ്റായ സങ്കല്പം നമ്മുടെ മനസ്സിൽ വരാനിടയുണ്ട്. തിരിച്ചറിയുക നാം, ഇവർ ദൈവത്തിൻ്റെ ആളുകളല്ല, ദൈവത്തിൻ്റെ 1-ാം നമ്പർ ശത്രുക്കളാണ്. ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനെന്നറിയുമോ? ഇവർ നവലിബറലിസത്തെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിരീശ്വരവാദികളെ പ്രൊമോട്ട് ചെയ്യുകയാണ്. കേരളത്തിൽ ഇസ്ലാമിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിരീശ്വരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ ആക്രമണങ്ങൾ വിമർശനങ്ങളല്ല. വിമർശനങ്ങൾ നമുക്കിഷ്ടമാണ്, സത്യമായും ഇഷ്ടമാണ്. ഇസ്ലാമിനെ എത്ര കണ്ട് വിമർശിക്കുന്നുവോ അത്രമേൽ ഇസ്ലാമിൻ്റെ സുന്ദരമുഖം വെളിപ്പെടുത്താൻ അവസരം കിട്ടും. ഇന്ന് പലപ്പോഴും ഇസ്ലാമിക സമൂഹം ഉയർത്തുന്നത് നിരീശ്വരവാദികളാകട്ടെ. ആരാണ് നിരീശ്വരവാദികളെ? ഈശ്വരനുണ്ടെന്ന് സ്ഥാപിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിനെതിരിൽ ഇവിടുത്തെ ഇന്നത്തെ രാമക്ഷേത്രത്തിൻ്റെ വക്താക്കൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അല്ലേ അങ്ങനെയല്ലേ ചെയ്യുന്നേ? ഇവിടുത്തെ മുഴുവൻ പ്രവാചക നിന്ദകന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടുത്തെ ഇന്നത്തെ രാമക്ഷേത്രത്തിന് വേണ്ടി ദീപം തെളിയിക്കുന്ന ആളുകളിൽ പലരുമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നവരാ. എങ്ങനെ ദൈവമുണ്ടെന്ന് അതിശക്തമായി വാദിക്കുന്ന ആളുകൾക്കെതിരിൽ ദൈവമില്ലെന്ന് പറയുന്നവരെ രാമന്റെ ഭക്തർക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും? എന്താണ് അതിനർത്ഥം? ഇവർ ദൈവവിരുദ്ധരാണ്, ദൈവനിഷേധികളാണ്. അതുകൊണ്ട് ഫാസിസ്റ്റുകൾ ദൈവവിശ്വാസികളല്ല, ദൈവവിരുദ്ധരാണ്. നമുക്ക് നേരിടേണ്ടത് ദൈവത്തിൻ്റെ ശത്രുക്കളെയാണ്, ഒരുമിച്ചാണ്. അത് നവലിബറലിസ്റ്റുകളായാലും ശരി, ഫാസിസ്റ്റുകളായാലും ശരി, ആരായാലും നമുക്ക് തുല്യരാണ്. അവർക്ക് ദൈവമില്ല. ദൈവമുണ്ടെങ്കിൽ ദൈവവിശ്വാസികൾ ഒന്നിക്കുമല്ലോ. ഇസ്രയേലിന് ദൈവമില്ല, യഹോവയെ നിരാകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മോസസിനെ നിരാകരിച്ചിരിക്കുന്നു. ബൈബിൾ സാക്ഷി പറയാൻ നേരമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ കൊടും ക്രൂരതയ്ക്ക് കാരണം ജൂതമതമല്ല, മറിച്ച് യഹോവയെ നിരാകരിച്ച ദൈവവിരുദ്ധന്മാരായ
ദൈവവിരുദ്ധന്മാരായ സയണിസ്റ്റുകളാണ്. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ആളുകൾ ഇപ്പോഴും ഒരുപോലെയാണ്. ഫലസ്തീനിൽ അവിടുത്തെ ക്രൈസ്തവർ ഇന്നും ക്രിസ്തുമസ് പോലും ആഘോഷിക്കാൻ കൂട്ടാക്കിയില്ല ദൈവവിശ്വാസികളെങ്കിൽ. അവിടുത്തെ ജൂതന്മാർ നെതന്യാഹുവിനെതിരിലാണ് എങ്കിൽ സയണിസ്റ്റുകൾ ദൈവനിഷേധികളാണ്, ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ ദൈവവിരുദ്ധന്മാരാണ്, നവലിബറലിസ്റ്റുകൾ ദൈവവിരുദ്ധന്മാരാണ്. അപ്പൊ ദൈവത്തിൻ്റെ ആളുകളും ദൈവവിരുദ്ധന്മാരും തമ്മിലുള്ള ചേരിയാണ് ഇവിടെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ ആളുകളോടൊപ്പം കൈകോർക്കാം. എന്നിട്ട് ദൈവികമായ മഹിമകൾ, നന്മകൾ. എന്താ ഇവിടെ? നാണം വേണ്ട, ദൈവത്തിൻ്റെ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നന്ദി വേണ്ട, നന്ദി വേണ്ടാത്തതാണ്. വിനയം വേണ്ടാത്ത വികാരമാണ്. നാണം വേണ്ടാത്ത വികാരമാണ്. ഇങ്ങനെയൊക്കെ പറയുന്നവരെ ദൈവമുള്ളവർക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാനാകും? പ്രിയപ്പെട്ടവരെ, വളരെ മാരകമായ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടവരല്ല. ദൈവവിശ്വാസികൾ ഏകീകരിക്കപ്പെടണം. ദൈവവിശ്വാസികൾക്കിടയിൽ വിള്ളൽ വരാതിരിക്കാൻ ശ്രമിക്കണം. ദൈവനിഷേധികളിൽ തന്നെ മനുഷ്യത്വത്തെ മാനിക്കുന്ന ആളുകൾ ഇന്നും നമുക്കിടയിലുണ്ട്. ദൈവത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടത്ര കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അവരുടെ കാര്യം. പക്ഷേ അവരിലും വേണ്ട മനുഷ്യത്വം ചോർന്നു പോയിട്ടില്ലാത്തവർ അവരിലുമുണ്ട്. അവരെ എല്ലാവരെയും നമുക്ക് ഒരുമിപ്പിക്കുക. അതേതെങ്കിലും ആശയത്തിൽ വിട്ടുവീഴ്ച ചെയ്തല്ല, ഏതെങ്കിലും ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്തല്ല. സംസ്കാരത്തെ താങ്ങാനാവാത്ത, കൊള്ളരുതാത്ത ലിബറലിസ്റ്റ് LGBTQ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണിനെ പിടിക്കുന്ന, അതാണ് LGBT എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് ഓർക്കും. L എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണിനെ പിടിക്കുക, അത്രേ ഉള്ളൂ. G എന്ന് പറഞ്ഞാൽ ഗേ എന്ന് പറഞ്ഞാൽ ആണിനെ പിടിക്കുക. പിന്നെ B എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താ? ആണും പെണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക. ആണുപിടുത്തം, പെണ്ണുപിടുത്തം എന്നൊക്കെ ഇതിനർത്ഥമുള്ളൂ. എന്തോ വലിയ സംഭവമാണെന്ന് അവതരിപ്പിക്കുക. ഇതുപോലുള്ള സംഭവങ്ങളെ, ഇത്തരക്കാരായ ആളുകളെ എങ്ങനെയാണ് വിശ്വാസികൾക്ക്, ധർമ്മബോധമുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? എല്ലാ വിഭാഗം മതവിശ്വാസികളെയും ഇതിൻ്റെ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടി പിന്തിരിപ്പിച്ചുകൊണ്ട് തീർച്ചയായും നമുക്ക് വലിയൊരു ദൗത്യം നിർവഹിക്കാൻ ഇവിടെ ഉണ്ട്. സാക്ഷാൽ മതരാഷ്ട്രം വന്ന് പ്രധാനമന്ത്രി മതരാഷ്ട്രത്തിന് നേതൃത്വം നൽകി മതം പറഞ്ഞതുപോലെ ദീക്ഷ അനുഷ്ഠിച്ച് ഒരു ക്ഷേത്രത്തിനൊരു പ്രധാനമന്ത്രി വളരെ കൃത്യമായി മതരാഷ്ട്രം പ്രഖ്യാപിച്ചുകൊണ്ട് നേതൃത്വം നൽകുമ്പോൾ മതേതരമായ പാർലമെന്റ് പോലും ഇടിച്ച് തകർത്തുകൊണ്ട്, നിങ്ങൾ കണ്ടോളൂ, വളരെ വൈകാതെ സവർക്കർ പറഞ്ഞതുപോലെ ഇന്ത്യ സ്വതന്ത്രമാകുന്നത് ഹിന്ദു യജമാനനാകുമ്പോൾ മാത്രമാണെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നത് പോലെ ഹിന്ദുവിനെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് മുമ്പിലും യജമാനവൽക്കരിക്കാനുള്ള അജണ്ടയുമായി മതരാഷ്ട്രവാദം, ഭീകരമായ മതരാഷ്ട്രവാദം പച്ചയ്ക്ക് കൺമുമ്പിൽ കാളസർപ്പം പോലെ ഫണം വിടർത്തിയാടുമ്പോൾ അതൊരു മതരാഷ്ട്രമാണെന്ന് പറയാൻ പോലും ആംബിയറില്ലാതെ മൂലയ്ക്കൊളിക്കുന്ന മതരാഷ്ട്ര വിരുദ്ധന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ സത്യത്തിൽ തൊലി ഉരിഞ്ഞു പോവുകയാണ്. അപകടകരമായ, കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച മതരാഷ്ട്രം ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങൾക്ക് നാവ് പൊങ്ങുന്നില്ലല്ലോ എന്ന് നാണത്തോടുകൂടി നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. നന്മയും തിന്മയും ഒരിക്കലും തുല്യമാവുകയില്ല. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീരുമാനം വളരെ ശ്രദ്ധേയമാണ്. അവർ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുകയുണ്ടായി. ദോ ദേ ആർ നോട്ട് ഒപ്പോസ്ഡ് ടു ലോർഡ് രാം. രാമൻ്റെ ശത്രുവല്ല ഞങ്ങൾ. രാമൻ്റെ ശത്രുവായതുകൊണ്ടല്ല, രാമൻ്റെ ശത്രുക്കളുടേതാണ് ഈ ക്ഷേത്രം. കാരണം രാമൻ ഒരാളുടെയും പള്ളി പൊളിക്കാൻ ആഹ്വാനം ചെയ്തയാളല്ല. മര്യാദാ പുരുഷോത്തമനായ രാമൻ, ആ രാമൻ ആരുടെയും പള്ളി പൊളിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ രാമൻ്റെ ശത്രുവല്ല. ഭക്തിയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോടാണ് അവരുടെ എതിർപ്പ്. കോൺഗ്രസിൻ്റെ നിലപാടും സോണിയാഗാന്ധിയുടെയും അതുപോലെ തന്നെ അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെയും ഖാർഗെയുടെയും അധീർ രഞ്ജൻ ചൗധരിയുടെയും നിലപാടുകൾ ഏതായാലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഇന്ത്യ രാജ്യത്ത് പ്രതീക്ഷ ഉണർത്തുന്ന മതേതരമായൊരു നിലപാടാണ്. രാമനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, പക്ഷേ ഇത് രാമൻ്റെതല്ല, ഇത് രാഷ്ട്രീയ രാമനാണ്. ആ രാമനോടല്ല ഞങ്ങളുടെ ആദരം. എന്നിട്ട് അവർ പറയുകയുണ്ടായി, PM നരേന്ദ്രമോദി ആൻഡ് സംഘ് പരിവാർ വേർ ഡിസ്റെസ്പെക്റ്റബിൾ ടു ശ്രീരാമ. രാമനെ അനാദരിച്ചിരിക്കുന്നു. അതാണ് നമുക്കും പറയാനുള്ളത്. ആൻഡ് 140 crore പീപ്പിൾസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയും നിന്ദിച്ചിരിക്കുന്നു. രാമന് വേണ്ടി ഒരു സമൂഹത്തിൻ്റെ ആരാധനാലയം, സുപ്രീം കോടതി പോലും അവിടെ ക്ഷേത്രമില്ലായിരുന്നു എന്ന് തെളിച്ചു പറഞ്ഞ, വിധിപ്രസ്താവത്തിൽ തെളിച്ചു പറഞ്ഞ ക്ഷേത്രമില്ലായിരുന്നുവെന്ന് 25 വർഷത്തെ അന്വേഷണത്തിന് ശേഷം വിധിയിൽ ഗതികേടുകൊണ്ട് ആ വിധിയിൽ ഒപ്പുവെച്ച ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സംഘർഷ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ വിധി പറഞ്ഞതാണെന്ന്. സംഘർഷം സൃഷ്ടിച്ചതാരാ? ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ സംഘർഷം സൃഷ്ടിച്ച് സുപ്രീം കോടതിയെ സമ്മർദ്ദത്തിലാക്കി വിധി സ്വന്തമാക്കിയതാണ് എന്ന് ചീഫ് ജസ്റ്റിസും വെളിപ്പെടുത്തുന്നുണ്ട്. അവരും പറഞ്ഞു അവിടെ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടില്ല. പൊളിച്ചതാണെങ്കിലല്ലേ അത് രാമക്ഷേത്രം പണിയാൻ യോഗ്യമാവുകയുള്ളൂ. പൊളിച്ചതല്ലാത്ത പള്ളി പൊളിച്ചാൽ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയലാണ്. ഇപ്പോൾ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു കാക്ക
വന്നിട്ട് സുപ്രീം കോടതി അയാളുടെ ആർക്കിയോളജിക്കൽ സർവേ നടത്തിയിട്ട് താജ്മഹൽ പോലും ഹിന്ദു ക്ഷേത്രമാണെന്ന് പറയാൻ അങ്ങനെ ചില ആളുകളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകളൊന്ന് തൊട്ടുകൊടുത്താൽ എല്ലാം ശുദ്ധമാകും, എല്ലാം ഹൈന്ദവമാകും. പൗലോസിനെ കൊണ്ട് തൊടിയിച്ചെടുത്താൽ തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിച്ചെടുക്കാമെന്ന് പണ്ടൊരു ചൊല്ലുണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു കാക്കായെ കൊണ്ട് തൊടിയിച്ചെടുത്താൽ എല്ലാം ന്യായീകരിക്കപ്പെടുമെന്ന വിധത്തിൽ ഒരു മുഹമ്മദ് വന്നിരുന്ന് പറയുകയാണ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. സുപ്രീം കോടതി 25 കൊല്ലം ഇവൻ്റെയൊക്കെ തെളിവുകളെ തോട്ടിലെറിഞ്ഞതാണ്. എന്നിട്ടും ഇപ്പോഴും വന്നിരുന്ന് നാണമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരം മുസ്ലിം നാമധാരികളാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശല്യം, പുറത്തുള്ളവരല്ല. കോൺഗ്രസിലെ ഹിന്ദുക്കളാണ് അന്തസ്സുള്ള നിലപാടെടുത്തത്. അതിനേക്കാൾ അന്തസ്സുള്ള നിലപാട് ഇന്ത്യയിലെ മതേതര ബോധമുള്ള ഹിന്ദുക്കളാണ് എടുക്കുന്നത്. സ്വാമി വിവേകാനന്ദനെ സ്നേഹിക്കുന്ന, ഭഗവാൻ കൃഷ്ണനെ സ്നേഹിക്കുന്ന, ആരെയും അപഹരിക്കരുത് പിടിച്ചുപറിക്കരുതെന്ന് പഠിപ്പിച്ച ഭഗവാൻ കൃഷ്ണനെ ബഹുമാനിക്കുന്ന ഭക്തരായ ഹിന്ദുക്കൾ അവർ തീർച്ചയായും കൃത്യമായ നിലപാടുകളിലാണ്. അപ്പോൾ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക, ഇല്ലെങ്കിൽ ദുരന്തം വരും. ഇതിൻ്റെയൊക്കെ ദുരന്തം ഇനി വരാൻ പോവാ, ഞാൻ പറയുന്നില്ല. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ അവിടെ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പായിട്ട് ലത്തൂർ, കില്ലാരി സ്ഥലങ്ങളിൽ പരിശീലനം നടത്തി. 100,000 പേരെ അവിടെ പരിശീലനം നടത്തി. അന്ന് അവിടെ എഴുതി വെച്ചിരുന്ന ബാബരി മസ്ജിദ് തോടെങ്കിൽ മന്ദിർ ഹംബനായെങ്കിൽ അവിടെ വൈകാതെ ഒരു വലിയ ഭൂകമ്പം വന്നു. നിങ്ങൾ കണ്ടില്ല, 100,000 പേർ മണ്ണിനടിയിൽ പോയാ. അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കെട്ടിടങ്ങളും തകർന്നു, ഒരു പള്ളി മാത്രം ബാക്കിയായി. അന്ന് നമ്മൾ ചിത്രങ്ങളിൽ പത്രങ്ങളിൽ കണ്ടതാണ്. ആ നാട്ടക്കുറി മാത്രം ബാക്കി. ബാബരി മസ്ജിദ് തോടെങ്കിൽ മന്ദിർ ഹംബനായെങ്കിൽ 100,000 ആളുകൾ മണ്ണിനടിയിൽ. രാജ്യത്തിന് ജനങ്ങൾക്ക് ദുരന്തം വരുത്തുകയാണ് ഈ ദുഷ്ട പിശാചുക്കൾ. ഇവർ ക്ഷേത്രമല്ല പണിയുന്നത് എന്ന് പറയാതെ തരമില്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് ഭക്ത ഹിന്ദുക്കളുടെ ചങ്കിലാണ് ഇവർ കുത്തുന്നത്. രാഷ്ട്രീയ രാമനെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ ഇവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിമീങ്ങളില്ലെങ്കിലും എന്നത് വളരെ ശുഭോദർക്കമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമിക സമൂഹം ബഹുസ്വര സമൂഹത്തിൽ പാലിക്കേണ്ട മര്യാദകൾ ശ്രദ്ധിക്കണം. മഹാനായ പ്രവാചക കാലം മുതലേ നമുക്കതിന് മാതൃകയുണ്ട്. വളരെ ക്രൂരമായി തന്നെയും തൻ്റെ അനുയായികളെയും ഭേദ്യം ചെയ്ത, നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ച ശത്രുക്കളോട് പോലും അധികാരത്തിൻ്റെ ചെങ്കോൽ ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെ 10,000 പഞ്ചപുച്ഛമടക്കി കൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അധരചലനങ്ങൾക്ക് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ആവോളം ആക്രമിച്ച് തൻ്റെ പ്രിയപ്പെട്ടവരെ വകവരുത്തി കൊല ചെയ്ത് അവരുടെ ചോര ചിന്തി തീയിലിട്ട് അഗ്നിയിൽ അവരെ ഹോമിച്ചെടുത്ത് അവസാനം തന്നെ 13 കൊല്ലത്തിന് ശേഷവും നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ച് 500 കിലോമീറ്ററുകൾക്ക് അക്കപ്പുറത്ത് പോയി അഭയം തേടിയപ്പോൾ അഭയം തേടിയെടുത്തും പൊറുക്കാൻ അനുവദിക്കാതെ അവിടെയും പോയി പടയെടുത്തു പോയി യുദ്ധം ചെയ്ത, ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. പ്രവാചകൻ യുദ്ധക്കൊതിയനാണെന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ലോജിക്കിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. 13 കൊല്ലം തൻ്റെ നാട്ടിൽ നിന്ന് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. നിങ്ങളുടെ നാഥൻ ഏകനാണ്. ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും മിൻ ബനി ആദമ വ ആദമു മിൻ തുറാബ് എന്ന് പറഞ്ഞു പോയ ഒറ്റ കാരണത്താൽ, മനുഷ്യരെ, നിങ്ങളുടെ നാഥൻ രക്ഷിതാവ് ഒരാളാണ്, ഒരുവനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ അച്ഛനും ഒന്നാണ്. നിങ്ങളെ മനുഷ്യരെ, നിങ്ങളുടെ എല്ലാവരുടെയും പിതാവ് ഒന്നാണ്. കുല്ലുക്കും മിൻ ബനി ആദം, നിങ്ങളെല്ലാം ആദമിൽ നിന്നും. വ ആദമു മിൻ തുറാബ്, ആദമോ മണ്ണിൻ്റെ മകനുമാണ് എന്ന് പറഞ്ഞു പോയ ഒറ്റ കാരണം കൊണ്ട് തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക എന്ന് സുകുമാർ കക്കാട് എന്ന് പറയുന്ന ഹൈന്ദവ ദാർശനിക കവി പ്രവാചകനെ കുറിച്ച് പറയാനിടയാക്കിയത് നിങ്ങളുടെ ദൈവം ഒന്നാണ്, നിങ്ങളുടെ അച്ഛൻ ഒന്നാണെന്ന് പറഞ്ഞ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാനവികതയെ ഒന്നിപ്പിക്കാൻ ആ മുഹമ്മദ് നബിക്ക് കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. ഇത് പറഞ്ഞു എന്ന പാപമല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലാത്ത മുഹമ്മദ് നബിയെ 13 കൊല്ലം കഴിഞ്ഞിട്ടും ആ നാടാകെ മുഖത്തു നോക്കി അഭിമാനത്തോടെ അല്ലമീനെന്ന് വിളിച്ച ഒരു ചെറുപ്പക്കാരനെ നാട്ടിൽ നിന്ന് ഓടിച്ചിട്ടും പോയി അഭയം തേടിയിടത്തും ജീവിക്കാൻ അനുവദിക്കാതെ ഇവിടെ നിന്ന് പലരും പറയും യുദ്ധക്കൊതിയനാണെന്ന്. നിങ്ങൾക്കറിയുമോ ബദർ എവിടെയാണ്? മക്കയ്ക്കടുത്താണോ? മദീനയിൽ നിന്ന് ചില കിലോമീറ്ററുകൾക്ക് 100 കിലോമീറ്ററുകൾക്ക് പുറത്താണ്. ഇവിടെ നിന്ന് പടയെടുത്ത് അവിടെ നിന്നാണ് യുദ്ധം ചെയ്തത്. ഉഹദ് എവിടെയാണ്? ഉഹദ് മദീനയിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയാണ്.
ഖന്തക്ക് എവിടെയാണ്? മദീനയുടെ കൃത്യം അതിർത്തിയിൽ 4 കിലോമീറ്റർ കിടങ്ങ് കുഴിച്ചാണ് അവിടെ നിന്ന് വന്ന 10,000-ന്റെ പടയെ മുഹമ്മദ് മുസ്തഫ പ്രതിരോധിച്ചത്. മക്കയിൽ നിന്ന് 450 കിലോമീറ്റർ ദൂരത്തിലേക്ക് സൈന്യവുമായി മദീനയുടെ 3 കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് ചെയ്ത യുദ്ധത്തിന് പോലും ഉത്തരവാദിത്വം പറയേണ്ടത് യുദ്ധക്കൊതിയുടെ പേരിൽ മുഹമ്മദ് നബിയാണ് പോൽ. ഒറ്റ ലോജിക്ക് മതിയല്ലോ. ഇങ്ങോട്ട് വന്ന് നാട് വിട്ടോടിപ്പോയി അഭയം തേടിയ നാട്ടിൽ പോലും ജീവിക്കാൻ അനുവദിക്കാതെ ആക്രമിച്ച ഒരു ജനതയാണ് മുമ്പിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബഹുസ്വരതയിൽ നാം ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പ്രവാചകൻ കാട്ടിത്തന്ന മാതൃകയിലൂടെയാ. പ്രവാചകന്റെ അടുക്കൽ ഈ മക്കക്കാർ മുഴുവൻ പഞ്ചപുച്ഛമടക്കി ശിരസ് നമിച്ച് നിൽക്കുന്ന സമയത്ത് ആ കടന്നു വന്ന വേദിയിൽ പോലും വേളയിൽ പോലും തൻ്റെ നേരെ വാളെടുത്ത് വീശിക്കൊണ്ട് തൻ്റെ പോരാട്ട വീര്യം കാണിച്ച തൻ്റെ ബദ്ധവൈരിയായിരുന്ന അബൂജഹലിൻ്റെ പുത്രനായ ഇക്രിമയുണ്ടല്ലോ, ഇന്ന് നാം പറയും റളിയല്ലാഹു അൻഹു എന്ന്, അല്ലേ? സഫ്വാൻ ഉണ്ടായിരുന്നു, ബിലാലിൻ്റെ ഉടമസ്ഥനായിരുന്ന ബിലാൽ എന്ന് പറയുന്ന ആ കറുത്ത വർഗക്കാരൻ. ആ മനുഷ്യനെ ഏറ്റവും ക്രൂരമായി ചരിത്രത്തിൽ പീഡിപ്പിച്ച കിരാതനായ ഉമയ്യത്തിൻ്റെ മകൻ സഫ്വാൻ ബിൻ ഉമയ്യ. ഉമയ്യത്ത് മരിച്ചുപോയിരുന്നു, അബൂജഹൽ മരിച്ചുപോയിരുന്നു. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും മക്കൾ ജീവിച്ചിരുന്നു മുഹമ്മദ് നബിയുടെ അനുയായിയാകാൻ. ഞാൻ ഓർക്കുകയാണ്, അവരെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ അന്ന് മുഹമ്മദ് നബിയുടെ അനുയായി ആയേനെ. ഇതാണ് നന്മയും തിന്മയും സൃഷ്ടിക്കുന്ന സ്വാധീനം. കാരണം എന്താ? അബൂ സുഫിയാൻ അപ്പോഴുണ്ട്, അബൂ സുഫിയാൻ വിശ്വസിച്ചല്ലോ. അപ്പോൾ അബൂജഹൽ ഉണ്ടെങ്കിൽ വിശ്വസിക്കുമായിരുന്നു എന്നല്ലേ വിചാരിക്കേണ്ടു. ആരും ഈ പ്രവാചകന്റെ അനുയായിയാകാതെ ബദ്ധവൈരി പോലും ഈ പ്രവാചകന്റെ കാലശേഷത്തിൽ അവസാനത്തിൽ സ്വന്തത്തിൽ ജീവിച്ചിരിക്കാൻ കഴിയാതിരുന്നവരുടെ മുഴുവൻ മക്കളും ഈ പ്രവാചകന്റെ അനുയായികളായി ജീവിച്ചിരുന്ന അബൂ സുഫിയാനും ഉഹദിൽ തൻ്റെ പിതൃവ്യന്റെ നെഞ്ചുകുത്തിപ്പിളർന്ന് കരളെടുത്ത് കടിച്ചു ചുമച്ചു തുപ്പി ചുടല നൃത്തമാടിയ ഹിന്ദ് എന്ന് പറയുന്ന ആ വനിതയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സ് ഇത്രമേൽ വേദനിച്ച ഒരു സന്ദർഭം വേറെയില്ല. അതിൻ്റെ ഘാതകൻ തൻ്റെ മുമ്പിൽ വരുമ്പോൾ സ്നേഹത്തോടു കൂടി പറയുമായിരുന്നു, താങ്കൾ എൻ്റെ മുമ്പിൽ വരുന്നത് അല്പമൊന്ന് കുറച്ചാൽ എൻ്റെ മനസ്സ് സമാധാനമായിരിക്കുമെന്ന് അദ്ദേഹത്തോട് പറയേണ്ടി വന്ന പ്രവാചകൻ. പക്ഷെ ഇവരെ മുഴുവൻ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഹിന്ദിനെ മുമ്പിൽ നിർത്തി, അബൂ സുഫിയാനെ മുമ്പിൽ നിർത്തി, ഇക്രിമയെ അബൂജഹലിൻ്റെ മകനെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, ഉമയ്യത്തിൻ്റെ മകൻ സഫ്വാനെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, ഇദ്ഹബൂ അൻതും മുത്തുലഖാ, പൊയ്ക്കോളൂ, നിങ്ങളെല്ലാം മോചിതരാണ്, പ്രതികാരം എന്നത് എൻ്റെ നിഘണ്ടുവിലില്ല എന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിച്ച മഹാപുരുഷനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് എന്താണ് നമ്മുടെ ഭരണകർത്താക്കൾ ഈ പ്രവാചകനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രവാചക വിരുദ്ധമായ ഒരാശയവും നാം പ്രചരിപ്പിക്കുന്നതിന് അറിഞ്ഞോ അറിയാതെയോ നാം കരുവായി പോകരുത് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. സർവശക്തനായ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.